പൊട്ടിയവരെയല്ലേ എങ്ങനെ തനിയെ കൂടിച്ചേരുന്നു? ഒന്നും ചെയ്യാതെ ഒരു മുറിവെങ്ങനെ ഉണങ്ങുന്നു? നമ്മൾ ആലോചിക്കാറില്ല. ശാസ്ത്രത്തിന് വിവരിക്കാനാവാത്ത ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നു. എങ്ങനെ? ഉത്തരം, ശരീരത്തിന് അതിൻ്റെതായ ഒരു മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. അതാണ് പ്രവർത്തിക്കുന്നത്. അനാട്ടമിക്കും ഫിസിയോളജിക്കും പിടികിട്ടാത്തതാണ് ഈ ബുദ്ധി, ശരീരത്തിന്റെ ബുദ്ധി. കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞതാണ് ഡോക്ടർ. കൊല്ലത്തിലൊരിക്കൽ ശരീരത്തിലെ 98% സെല്ലുകളും മാറുന്നു. 3 മാസത്തിനിടയ്ക്ക് അസ്ഥികൂടത്തിലെ സെല്ലുകളിലൂടെ കടന്നുപോകുന്ന അണുക്കൾ മാറുന്നു. മാസത്തിലൊരിക്കൽ ചർമ്മം മാറുന്നു. ഹെറാക്ലിറ്റസ് പറഞ്ഞില്ലേ, ഒരു പുഴയിൽ 2 തവണ ഇറങ്ങാൻ പറ്റില്ലെന്ന്? എന്താ അർത്ഥം? പുഴ മാറുന്നു, കാരണം വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. രോഗി ആദ്യം ശരീരത്തോട് കൽപ്പിക്കണം, കീഴടങ്ങരുത്. പ്രകൃതിയുടെ ഈ അത്ഭുതങ്ങളെ സൃഷ്ടിച്ച ചൈതന്യം തന്നെയാണ് നമ്മുടെ ശരീരത്തിലും പ്രവഹിക്കുന്നത്. അത് വിശ്വസിക്കാനാവില്ലേ? യെസ്. ഒരു സെല്ല് ഭ്രാന്തെടുത്ത് പെരുകി പെരുകി എല്ലാ താളക്രമവും തെറ്റിക്കുന്നതാണ് ക്യാൻസർ. അതെല്ലാവർക്കും അറിയുന്നതാണ്. എന്തുകൊണ്ടൊരു സെല്ലിന് ഭ്രാന്തെടുക്കുന്നു? ഇന്നും റിസർച്ച് നടക്കുന്നത് അറിയാത്തതുകൊണ്ടാണല്ലോ. ആർക്കും അറിയില്ല. ഞങ്ങൾ DNA-യുടെ കുഴപ്പമെന്ന് പറയും. എങ്ങനെ കുഴപ്പം വരുന്നു നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഈ ശരീരത്തിനറിയാം. താളക്കേടുണ്ടാക്കുന്ന ശക്തിക്ക് തിരുത്താനുള്ള സിദ്ധിയും ഉണ്ടാവും. അത് ഉണർത്താനാണ് ഞങ്ങളുടെ ഈ ഹോളിസ്റ്റിക് സമീപനം. മാറുന്നുവെങ്കിൽ ഉത്തരവാദി ശരീരം തന്നെ. പിടികിട്ടാത്തതിനെയൊക്കെ നമ്മൾ ദിവ്യാത്ഭുതമെന്നോ മിറാക്കിളെന്നോ പറയും. മുറി ഉണങ്ങുന്നതും എല്ലുകൂടുന്നതും മിറാക്കിളല്ലേ? ഞങ്ങളുടെ സിസ്റ്റം കൊണ്ട് അമേരിക്കയിൽ 20% പേർ രക്ഷപ്പെടുന്നു. അതൊരു ഫാക്റ്റാണ്. 5-1 0 ചാൻസ് ആയിട്ടാണ് താൻ എന്റെ കാറിൽ കയറിയത്. ശരീരത്തിനോട് ഇപ്പോൾ കൽപ്പിക്കൂ, 0 അല്ല 5-1. എല്ലാ ശക്തിയും പുറത്തെടുക്കാൻ ശരീരത്തിന്റെ മനസ്സിനോട് കൽപ്പിക്കൂ. ക്വാണ്ടം മെഡിസിനിൽ കീമോതെറാപ്പി ഇല്ല, റേഡിയേഷൻ ഇല്ല. ചികിത്സിക്കുന്നത് രോഗി തന്നെയാണ്. അവനവനെ വിശ്വസിക്കാൻ തുടങ്ങും ആദ്യം. ഭയങ്കര സ്പീഡ്. നടന്ന് ഞങ്ങൾ ഒപ്പം എത്തുന്നില്ല. ഇപ്പൊ എത്ര ടൈം എടുക്കുന്നുണ്ട്? 40 മിനിറ്റ്. വല്ലാത്ത ക്ഷീണമുണ്ട്. 40 മിനിറ്റ് ഫാസ്റ്റായി നടന്നാൽ ഏത് മല്ലനും കുറച്ച് ക്ഷീണിക്കും. യോഗം, ധ്യാനം, ഓട്ടോ സജഷൻ, ഇതിനെല്ലാം കൂടി ഞങ്ങൾ ഇന്നർ മെഡിസിൻ എന്നാണ് പറയുന്നത്. രവി വളരെ വൈകിയാണ് എന്റെ അടുത്ത് എത്തിയത്. അപ്പോ ഔട്ടർ മെഡിസിനും വേണം. അതിനാവുന്നത് ചെയ്യട്ടെ. നൗ വി ഡു എ കോഴ്സ് ഓഫ് കീമോതെറാപ്പി. രോഗിയുടെ വിൽപ്പവർ കൊണ്ട് ചില കേസുകൾ മാറുമെന്ന് ഞങ്ങൾ ചിലർ ആദ്യം പറഞ്ഞപ്പോ അമേരിക്കയിൽ ഭൂകമ്പം. ന്യൂ ഇംഗ്ലണ്ട് മെഡിക്കൽ ജേണൽ ഒരു ഇന്ത്യൻ യക്ഷിക്കഥയെന്നാണ് പറഞ്ഞത്. പിന്നെ പലയിടത്തു നിന്ന് കേസ് ഹിസ്റ്ററികൾ വന്നപ്പോ അവരത് തിരുത്തി സമ്മതിച്ചു. ബ്ലഡ് കൗണ്ട് നോർമലാണ്, ആൾമോസ്റ്റ് നോർമൽ. ഡോക്ടർ, നോർമൽ ശരിക്കും? മിക്കവാറും എന്നാണ് പറഞ്ഞത്. എന്റെ കഴിവല്ല, തന്റെ പരിശ്രമം. പിന്നെ ആ മഹാവൈദ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം.